ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പാച്ചൂസ് വേൾഡ്. ഞാൻ ഇന്ന് ഒരു ആലു പാലക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. വളരെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ലഞ്ചിനെല്ലാം കൊടുത്തുവിടാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ഇതിന് വേണ്ടിയിട്ട് പാലക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഗാർഡനിലുണ്ടായ പാലക്കാണിത്. ഇത് മല്ലിയിലയും ഞങ്ങളുടെ ഗാർഡനിൽ തന്നെ ഉണ്ടായതാണ്. പാലക്ക് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. പിന്നെ ഇതിന് വേണ്ടുന്നത് കുറച്ച് ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഇതേപോലെ നുറുക്കി ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗാർലിക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില. ഇനി നമുക്ക് തുടങ്ങാം. ഇതുപോലെ ഒരു കടായി വെച്ചിട്ട് ചൂടാക്കുക, എണ്ണ വെച്ച് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കടുകും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക് ഒന്ന് ഫ്രൈ ആവട്ടെ. ഗാർലിക് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമ്മൾ സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഒരു ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം സവാള ഒന്ന് വഴലാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സവാള കുറച്ചൊന്ന് ഇതായിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തത് കേട്ടോ. അതാണ് ഇത്രയും പീസ് വന്നിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം. ഇനി അത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മിക്സാക്കുക. അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഒത്തിരി അങ്ങ് ഫ്രൈ ഒന്നും ആവാൻ പാടില്ല. ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല. നമുക്കൊന്ന് വെന്ത് കിട്ടണം. ഞാൻ കുറച്ച് ഉപ്പും ഇത്രയും മസാലയെ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അത് അടച്ചു വെച്ചൊന്ന് ഒരുമാതിരി ഒന്ന് വെന്തായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. അതിനകത്തിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കുറച്ചൊന്ന് വേഗമായി കഴിഞ്ഞപ്പം ഞാൻ ഒരു സ്പൂണ് തികച്ചില്ല കേട്ടോ മുളക് പൊടി, അത്രയും തന്നെ മല്ലിപ്പൊടിയും, പിന്നെ കുറച്ച് ചിക്കൻ മസാലയില്ലേ, ഞാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചിക്കൻ മസാല മാത്രം ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേക്കിനും അത് നല്ലപോലെ മിക്സായി കിട്ടും. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ആലു പാലക്ക് റെഡിയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.